സോഷ്യൽ മീഡിയയിൽ ഉപയോഗം സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ അവതാളത്തിലാക്കുകയാണ്. അവിഹിതങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഹായ് മെസ്സേജിൽ തുടങ്ങുന്നതാണ്. പിന്നീട് മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം പോകുന്നു, ഭാര്യ ഉപേക്ഷിച്ച് കാമുകിയോടൊപ്പം പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജുനൈദ് എന്ന് പറയുന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തു, ഒരു റീൽസ് താരം. ഒരു പെൺകുട്ടിയെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു, നഗ്ന ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇതിന് മുന്നേ ഒരു റീൽസ് താരത്തിനെ പിടിച്ചപ്പോൾ 250ഓളം സ്ത്രീകളുടെ നഗ്ന ഫോട്ടോസ് അയാളുടെ ഫോണിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് നിന്നു കൊടുക്കാതെ നമ്മുടെ നഗ്ന ഫോട്ടോസ് ആർക്കും ഭീഷണിപ്പെടുത്തി എടുക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം? അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തതാണോ, അതോ ഈ അവിഹിതം എന്ന് പറയുന്നത് ഇപ്പോൾ അതെന്താ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടാൽ കുഴപ്പം, ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് എനിക്കെന്താ പ്രണയിച്ചൂടെ എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു, എനിക്കറിയാവുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ 10ാമത്തെ ദിവസം കാമുകിയോടൊപ്പം ഇയാൾ ഹോട്ടലിൽ റൂം എടുത്ത് പോയിരിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി വളരെ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ഉപദേശമൊന്നും കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അവനെ കളഞ്ഞിട്ട് നിൻ്റെ വഴിക്ക് പോയി ജീവിക്കുന്നത്. എന്താണ് സാർ ഇത്തരത്തിൽ പെണ്ണും ആണും തെറ്റുകാർ തന്നെയാണ്, ഒരാളെ മാത്രമല്ല. പലപ്പോഴും കള്ളപ്പരാതികൾ പെണ്ണുങ്ങൾ കൊടുക്കുമ്പോൾ പോലീസിന് പോലും ഈ പരാതികൾ സത്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ഈ സോഷ്യൽ മീഡിയ സമൂഹത്തെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണോ കൊണ്ടുപോകുന്നത്? സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇതിൽ പോലീസിനും കോടതിക്കും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും എല്ലാം പാളിച്ചയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇതായിരുന്നു പഴയ കാഴ്ചപ്പാട്. ഇപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ പല 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 ഇപ്പോൾ വക്കീലെന്നുള്ള നിലയിൽ പല സ്ത്രീകളും നമ്മുടെ അടുത്ത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ അല്ലാത്ത വരുമ്പോൾ പറയും അത് ഞാൻ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, എന്നുവെച്ചാൽ അയാളുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല ഞാൻ ഭാര്യ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കാഴ്ചപ്പാട്. ഇപ്പോൾ കുടുംബം, അതായത് ഭർത്താവ് പറയുമായിരുന്നു ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളുമായിട്ടൊപ്പം മാത്രം കഴിയണമെന്നൊന്നും ശടിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പലപ്പോഴും കോടതികൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീക്ക് സ്വന്തമായ സ്വത്വമുണ്ട്, സ്ത്രീക്ക് സ്വന്തമായി വ്യക്തിത്വമുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഭർത്താവിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, അത് എല്ലാ ലെവലിലും ഭർത്താവിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, അല്ലെ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രം. അപ്പോൾ ഫലത്തിൽ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും പലരും നമ്മുടെ ജനപ്രതിനിധികളാണെങ്കിലും നീതിന്യായ സംവിധാനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം ആസ്വദിക്കുക എന്നുള്ള മട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ജീവിതം ആസ്വദിക്കാൻ എന്തൊക്കെയാണ്, ഇപ്പം ഞാനിപ്പോൾ രാവിലെ ആസ്വദിക്കാൻ ഇറങ്ങിയാൽ പലപ്പോഴും ആസ്വാദനം വരുമ്പം നമുക്ക് പലപ്പോഴും അതിൻ്റെ ലെവൽ മാറും. ആസ്വാദനത്തിൻ്റെ ലെവൽ മാറുമ്പം നമ്മുടെ ആ ഒരു ലോകം വളരെ വിപുലമായി പോകും. അപ്പം ഇഷ്ടമുള്ളവരോടെ പോകാം, ഇഷ്ടമുള്ളവരോടെ താമസിക്കാം, ഇഷ്ടമുള്ളവരുടെ കൂടെ കഴിയാം, അത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആവാം. ഭാര്യ നിലവിലുള്ളപ്പോൾ തന്നെ മറ്റ് സ്ത്രീകളോടൊപ്പം നമുക്ക് ജീവിക്കാം. അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രശ്നം. അതിന് സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. പിന്നെ പലപ്പോഴും നഗ്ന ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ നഗ്ന വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പം പലപ്പോഴും അതിനകത്ത് ചതിയിൽപ്പെട്ട പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. കാരണം ഒരു പ്രണയത്തിൻ്റെ പുറത്ത് ഒരു പെണ്ണും ചെറുക്കനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഉള്ള സ്വകാര്യത പകർത്തിയെടുത്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കേസുകൾ വളരെ പരിമിതമായ വളരെ വിരളമാണ്. പക്ഷെങ്കിൽ ഇത് ആസ്വദിച്ച് കഴിയുമ്പോൾ ഈ ആസ്വാദനത്തിൻ്റെ ലെവൽ കൂടുകയും ആസ്വാദനത്തിൽ പലപ്പോഴും അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുകയും ചെയ്യുമ്പോൾ അവർ പലപ്പോഴും ഈ പറയുന്ന പ്രണയിനിയായ പെണ്ണ് കാമുകനെ അമിതമായി വിശ്വസിക്കുകയും പലപ്പോഴും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇവർ കലഹിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഇത് പുറത്ത് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇത് കരുതേണ്ടത് ആരാണ്? പെണ്ണ് തന്നെയാണ് കരുതുന്നത്. അല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു പെണ്ണ് കരുതണമെന്ന് പറയും. ഇപ്പം പെണ്ണല്ല കരുതേണ്ടത്, പുരുഷനും കരുതണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാവുന്ന പല കേസിലും പലപ്പോഴും കോടതിയിൽ വരുന്ന അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുന്ന പല കേസുകളിലും ബലാത്സംഗത്തിനൊക്കെ കേസെടുക്കുന്ന കേസിൽ യഥാർത്ഥത്തിൽ ഈ വീട്ടിലിരുന്ന പയ്യനെ വിളിച്ചുകൊണ്ട് പോയി നിർബന്ധിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പഴയ കാലം മാറി തന്നെയാണ്.
ഇപ്പം ഈ സ്ത്രീകൾ പണ്ട് പുരുഷന്മാർ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി എന്താ പറയുന്നത് സൗഹൃദങ്ങളോ ഒക്കെ ഉണ്ടാക്കി അല്ലെ പ്രണയം ഉണ്ടാക്കി പോകണമെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ തന്നെ ഈ പിന്നെ പുരുഷനെ കണ്ടെത്തുന്ന സ്ത്രീകളാണ് കൂടുതലും ഇപ്പം കണ്ടുവരുന്നത്. ഞാൻ സ്ത്രീകളെ മോശം പറയുകയല്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പം സ്വാഭാവികമായിട്ടും ഇത് കേസ് ഈ ഏറ്റവും അവസാനം വരുമ്പോൾ ഇവൻ്റെ പേരിൽ ഒരു ബലാത്സംഗത്തിന് കേസ് സംഘടിപ്പിക്കും. കേസ് എടുപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവൻ്റെ കാര്യം ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എവിടുത്തെ മിസ്റ്റേക്കാണ്? സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണോ? അല്ല. പലപ്പോഴും പിന്നെ ജെനുവിൻ, ഞാൻ പറഞ്ഞു വന്ന ധന്യ പറഞ്ഞു വന്ന ജെനുവിനായ സ്ത്രീകൾ, സത്യസന്ധരായ സ്ത്രീകൾ, പ്രണയത്തിൻ്റെ ചതിയിൽ അകപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, അവർക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥ കാരണം എന്താണ്? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ, ഞാൻ സ്ത്രീ വിദ്വേഷിയൊന്നുമല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാജ പരാതി കൊടുക്കുന്ന ആരാണ്? സ്ത്രീകളാണ്. കാരണം ആ സ്ത്രീകൾക്ക് അത് ഈ നിയമവ്യവസ്ഥയിൽ പരിരക്ഷ ഉള്ളതുകൊണ്ടല്ലേ? അത് സ്ത്രീ വ്യവസ്ഥ പരിരക്ഷയെന്നല്ല, വാരിച്ചൊരിഞ്ഞ് പൂ ചോദിച്ചിട്ട് വസന്തം കൊടുത്തു എന്ന് പറഞ്ഞ കണക്ക് അങ്ങ് വാരി കൊടുത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഉള്ള നിയമപരമായ സംരക്ഷണം അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ, അല്ലെ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ മാറ്റപ്പെടുമ്പോൾ, സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ദിവസവും കേൾക്കുന്നത്, നിന്നെ നോക്കിയാൽ നിനക്ക് കേസെടുക്കാം, നിന്നെ ഇപ്പം ഞാൻ നോക്കുന്നത്, ഇപ്പം ഞാൻ ധന്യ നോക്കുന്നത് എൻ്റെ നേരെ മൂത്ത സഹോദരിയെ പോലെ ഉണ്ടല്ലോ, അല്ലെ എൻ്റെ ഇളയ സഹോദരിയെ പോലെ ഉണ്ടല്ലോ എന്നായിരിക്കും ഞാൻ ധന്യ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ധന്യയുടെ ആ മുഖമൊക്കെ കാണുമ്പം. പക്ഷേ ധന്യ ചിന്തിക്കുകയാണ്, ഇത് ഈ പറയുന്ന പ്രശാന്ത് വി കുറുപ്പ് എന്ന അഡ്വക്കേറ്റ് എന്നെ ഒരു വളരെ മോശമായ രീതിയിൽ ലൈംഗിക ആസക്തിയോടുകൂടിയാണ് നോക്കുന്നതെന്ന് ധന്യക്ക് തോന്നിയാൽ മതി. പക്ഷെ എൻ്റെ നോട്ടം പലപ്പോഴും എൻ്റെ ഒരു സഹോദരിയാണല്ലോ, സഹോദരിയെ പോലൊക്കെ ഇരിക്കുന്നല്ലോ, എന്ത് പറ്റി, ഇവർ തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ആണല്ലോ എന്നായിരിക്കും. ഇത്രയും പോരെ നോട്ടത്തിൽ കൂടി? ഇതെങ്ങനെ പ്രൂവ് ചെയ്യും നമ്മൾ? ഈ നോട്ടം ഇത് എന്താ പറയുന്നത്, ഇത് എൻ്റെ നോട്ടം സഹോദരിയായുള്ള നോട്ടമാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? പലപ്പോഴും ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള നിയമപരമായ അമിതമായ ഇത് കൊടുക്കുമ്പോൾ പലപ്പോഴും യഥാർത്ഥത്തിൽ കോടതികൾ വരുന്ന പല കേസുകളിലും, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കേസുകൾ ജാഗ്രത കാണിക്കണം. പോലീസ് ഇക്കാര്യത്തിലുള്ള കേസുകൾ ജാഗ്രത കാണിക്കത്തേയില്ല. നമുക്കറിയാം, പോലീസ് ഇക്കാര്യത്തിലുള്ള കേസുകൾ ജാഗ്രത കാണിക്കാത്തതിന് പിന്നിൽ വേറെ ലക്ഷ്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഇപ്പം നമ്മൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ത്രീയാണ് അശ്വതി അച്ചു. അവരുടെ ടെലിഫോൺ സംഭാഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു. എന്തുവാണ്? CI വിളിക്കുകയാണ്, നമസ്കാരം ഞാൻ ഇന്ന CI ആണ്, മെഡിക്കൽ കോളേജ് CI ആണ്, ഞാൻ കുളത്തുപുഴ CI ആണ്, ഞാൻ കാഞ്ഞങ്ങാട് CI ആണ്, ഞാൻ ഹോസൂർക്ക് CI ആണ്, എപ്പോഴാണ് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മളൊരു സ്ത്രീയെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോശം പറയാൻ പാടില്ലെങ്കിൽ പോലും വളരെ കളങ്ക പശ്ചാത്തലമുള്ള ഒരുപാട് പേരെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയ ഒരു സ്ത്രീ പല ഇതാരാണ് ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വിട്ടത്? ഈ സ്ത്രീ തന്നെ പുറത്തു വിട്ടു. ഇത്രയും CIമാർ പിന്നെ ഈ DYSPമാരും ഇതിനകത്തിൽ പെട്ടു. അപ്പം പോലീസിൽ തൊട്ട് സാധാരണക്കാർ തൊട്ട് എല്ലാവരും ഇത്തരത്തിൽപ്പെട്ട കേസുകളിൽ വിക്ടിംസ് ആവുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകൾ പലപ്പോഴും യഥാർത്ഥമായി ജെനുവിനായ പരാതിയുള്ള സ്ത്രീകൾ പലപ്പോഴും പരാതിയുമായി വരുന്നില്ല. കാരണം ജെനുവിനായി ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മോശം അനുഭവം ഉണ്ടെങ്കിൽ ആ സ്ത്രീ സ്വന്തം മാനത്തെ ഓർത്ത് എന്ത് ചെയ്യും? പുറത്ത് പറയാതിരിക്കും. ഇത് മേപ്പോട്ട് നോക്കിയാൽ സ്കൈ, താഴെ നോക്കിയാൽ ലാൻഡ് എന്നുള്ളിടത്താണ് പലപ്പോഴും ഇത്തരത്തിൽ. യഥാർത്ഥത്തിൽ ഇത് സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമല്ല. ഇത് സ്ത്രീകൾ കുറച്ചുകൂടി അവർ കുറച്ചുകൂടി മാന്യതയോടുകൂടി സ്ത്രീ പുരുഷ ബന്ധത്തിൽ പലപ്പോഴും ആ ബന്ധം ഇത്തരത്തിലാവണമെന്ന് നമ്മൾ ശഠിക്കാൻ പാടില്ല. ആ ബന്ധത്തിൻ്റെ നിർവചനങ്ങളെ സംബന്ധിച്ച് അതിർവരമ്പുകളെ പറ്റി നമ്മളൊരു ഗൈഡ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പലപ്പോഴും അത് നമ്മൾ പാട്ടുകളെടുത്താൽ ഒരുപാട് പാട്ടുകളിലുണ്ടല്ലോ, തോണിക്കാരിയാം, മത്സ്യ, അപ്പോൾ ഒരുപാട് നമ്മൾ പാട്ടുകൾ പരിശോധിച്ചാലും ചരിത്രം പരിശോധിച്ചാലും നമ്മുടെ പുരാണം പരിശോധിച്ചാലും ഒക്കെ അതിനകത്തിലെല്ലാം പലപ്പോഴും എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള ബന്ധങ്ങളെപ്പറ്റിയും ബന്ധങ്ങളുടെ അതിർ വരമ്പുകൾ ലംഘിക്കപ്പെട്ടതിനെ പറ്റിയും ഒക്കെ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും നമ്മളൊരു സോഷ്യൽ മീഡിയ കാരണമാണ് ഇത്തരത്തിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും.